ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കടച്ചക്ക വെച്ച് വളരെ രുചികരമായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഞാനിവിടെ 400 ഗ്രാമുള്ള ഒരു കടച്ചക്ക തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വാരിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊരു പ്രഷർ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 100 ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ഇത് ഇട്ട് കൊടുക്കാം. ഈ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. കാരണം വെള്ളം ഒരുപാട് ആവശ്യമൊന്നുമില്ല, ഇത് ഒറ്റ ആവിക്ക് തന്നെ നമുക്ക് വേവായി കിട്ടും. അപ്പോൾ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് മിക്സ് ആക്കി സ്റ്റൗവിലോട്ട് വെക്കാം. ഇപ്പോൾ ഇവിടെ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് ഒരു ആവി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ആവി വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ആവി കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുക്കറിന്റെ ആവി എല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കടച്ചക്ക വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം കറക്റ്റ് അളവായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് പാകത്തിന് ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടച്ചക്ക മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം.